അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം? പേർഷ്യയിലെ ബൽഹാൻ എന്ന സ്ഥലത്തെ അദ്ഹാൻ എന്ന വസീറായ ഒരാളുടെ മകനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം 27-ാം വയസ്സിൽ രാജാധികാരം കയ്യിൽ വരികയാണ്. ഒരു പേർഷ്യൻ സുൽത്താൻ്റെ സകല സുഖാഡംബരങ്ങളാൽ നിറക്കപ്പെട്ട രാജകീയ കൊട്ടാര ജീവിതം തുടരുകയാണ്. മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി. അതിനിടയിൽ രാജാവിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാകുകയാണ്. ഈ കൊട്ടാര ജീവിതം ഒരിക്കലും ശാശ്വതമല്ല, റബ്ബിൻ്റെ സൽപാന്താവിലേക്ക് നീങ്ങിയേ തീരൂ എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ഓരോ സംഭവങ്ങളും. സുഖങ്ങൾ പതുക്കെ പതുക്കെ വിട്ടു തുടങ്ങി. ഭരണകാലത്തിൽ ശ്രദ്ധകൾ കുറഞ്ഞു വന്നു. കൊട്ടാരത്തിൽ കവിതകളും പാട്ടുകളും നിലച്ചു തുടങ്ങി. എല്ലാം വിട്ട് റബ്ബിലേക്ക് നീങ്ങാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവും അവിടുത്തെ മന്ത്രിമാരും കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനായ മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നിക്കുന്ന മുഖം. ആ മനുഷ്യൻ വന്നുകൊണ്ട് നേരെ സിംഹാസനത്തിനടുത്ത് വന്നു. നാലുപാടും തിരിഞ്ഞുകൊണ്ട് തിരയാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് വന്നത്? ആ സമയത്ത് അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു കിടക്കാൻ സ്ഥലം നോക്കുകയാണ്, ഇതൊരു സത്രമല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് രാജാവ് പറഞ്ഞു, ഇത് സത്രമൊന്നുമല്ല, ഇത് കൊട്ടാരമാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ഗൗരവത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ആരായിരുന്നു താമസിച്ചിരുന്നത്? ആ സമയത്ത് രാജാവ് പറഞ്ഞു, എൻ്റെ പിതാവ്. അതിനുശേഷം അതിനു മുമ്പ് ആരാണ്? അതിനു മുമ്പ് എൻ്റെ വലിയ പിതാവ്. അതിനു മുമ്പ് ആരാണ്? അങ്ങനെ ചോദിച്ചു. പിന്നീട് ആ അപരിചിതനായ മനുഷ്യന് പറഞ്ഞു, ഓ മഹാരാജാവേ, ഇവിടെ ആരും ശാശ്വതമായി ജീവിച്ചിട്ടില്ല. ചിലർ വരുന്നു, ചിലർ പോകുന്നു. പിന്നെ എങ്ങനെയാണ് ഇതൊരു കൊട്ടാരമാകുന്നത്? അതിനല്ലേ സത്രമെന്ന് പറയുന്നത്? ഇത് കേട്ട ആ സദസ്സിലുണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. ആ സമയം തന്നെ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ആ നിൽപ്പിൽ നിന്നും അപ്രതീക്ഷിതനാവുകയാണ്. ഇത് കണ്ട രാജാവ് അവിടുന്ന് ധരിച്ചു പോകുന്നു. അങ്ങനെ ആ കൊട്ടാരത്തിൽ നടന്ന പല സംഭവങ്ങളും രാജാവിനെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഈ ഓരോ സംഭവങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആ രാജകൊട്ടാരം വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച ലോകം അറിയപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആയിത്തീരുന്നത്. ഈ ഒരു ചരിത്രത്തെയാണ്, ഈ ഒരു കിസ്സയാണ് മഹാകവി എംബിച്ച് അവിടുത്തെ കിസ്സയിലൂടെ വിവരിക്കുന്നത്. ഇശൽ ഇരട്ടക്കവി. അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുൽ താൻ അടുത്തു ചൊടിയാൽ അവർ കഞ്ചഗംജികമേ മഹമുഞ്ച് ബെഞ്ചമതും കനി തഞ്ച് നെഞ്ച് തടിയാം. അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുൽ താൻ അടുത്തു ചൊടിയാൽ അവർ കഞ്ചഗംജികമേ മഹമുഞ്ച് ബെഞ്ചമതും കനി തഞ്ച് നെഞ്ച് തടിയാം. പതി തൻ്റെ മുമ്പതിയിൽ നിലനിണ്ട് ബമ്പുടയ അവരിൽ ശമ്പി പുരുഷ വരവെന്തി നിത്തലമിൽ എനെയിൻ്റെ സ്ത്രത്രമിൽ അനന്തോർത്ത് പാർപ്പനരശ. അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുൽ താൻ അടുത്ത് ചൊടിയാൽ അവർ കഞ്ചഗംജികമേ മഹമുഞ്ച് ബെഞ്ചമതും തനിതഞ്ച് നെഞ്ച് തടിയാ. എതിരായി തിരിഞ്ഞ മൊഴി അതിനാൽ ചിരിത്തുടനെ റജുലോരുടത്തുകളുടെ ഇത് എൻ്റെ മണ്ടകമത് ഉനബിൻ്റെ കൊണ്ടതലം അലയണ്ട് ബിണ്ട ഫൊളുതേ.
ബദൽ ഉന്നി മത്തിരമിൽ ഉനി മുന്നേ നിന്നയവർ ഒരേ മുന്നർ എൻ്റെ അബൂവാർ വളരപ്പൻ അപ്പുറമോ പിതയർ പിതാവരെ മുനനിപ്പ് ചെപ്പേ ഒരു പേർ അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുൽ താൻ അടുത്തു ചൊടിയാൽ അവർ കഞ്ചകം ജിഗമേ മഹമൊഞ്ചി ബെഞ്ചമതും കനിതഞ്ചി നെഞ്ചി തടിയാം അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുൽ താൻ അടുത്ത് ചൊടിയാൽ അവർ കഞ്ചകം ജിഗമേ മഹമൊഞ്ച് ബെഞ്ചമതും കനിതഞ്ച് നെഞ്ച് തടിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.